മഹാവിടന്മാരുടെ കളിപ്പാവകൾ ദ്വാരസംഘടനയെ നയിക്കുമ്പോൾ മലയാള ചലച്ചിത്ര മേഖലയിലെ അഭിനയ തൊഴിലാളി സംഘടനയുടെ പുതിയ ഭാരവാഹികളെ കണ്ടെത്തുവാനുള്ള തിരഞ്ഞെടുപ്പിനും ഫലപ്രഖ്യാപനത്തിനുമൊക്കെ പാർലമെന്റ് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് കൊടുക്കുന്നതിലും വലിയ പ്രാധാന്യമാണ് നമ്മുടെ മാധ്യമങ്ങൾ ഇത്തവണ നൽകിയത്. 233 വനിതാ അംഗങ്ങൾ ഉൾപ്പെടെ 507 അംഗങ്ങൾ മാത്രമുള്ള ഒരു സംഘടനയാണ് മലയാള അഭിനയ തൊഴിലാളി സംഘടന. ഈ ചെറിയ വിഭാഗത്തിന് വലിയ താരപരിവേഷവും അമിതമായ പ്രാധാന്യവും ഒക്കെ നൽകി ഊതി വീർപ്പിച്ചതും ഇവിടുത്തെ മാധ്യമങ്ങൾ ഒക്കെ തന്നെയാണ്. 507 അംഗങ്ങൾ ഉണ്ടെങ്കിലും ഇതിൽ ജൂനിയർ ആർട്ടിസ്റ്റുമാരുടെ റോള് പോലും ചെയ്യാത്തവരും ഗുണ്ടകളും കൊലപാതക കേസിൽ ജയിലിൽ കിടന്നവരും പിമ്പുകളും വരെ ഉണ്ടെന്ന് ഓർക്കണം. ആദ്യകാലങ്ങളിൽ നടന്മാർ അല്ലെങ്കിൽ നടികൾ എന്നൊക്കെ പറഞ്ഞാൽ നല്ലൊരു വിവാഹാലോചന പോലും വരില്ലായിരുന്നു. കൊള്ളാവുന്ന ഒരു കുടുംബത്തിൽ നിന്ന് അഭിനയത്തിനായി വിടുകയുമില്ലായിരുന്നു. എന്നാൽ പിൽക്കാലത്ത് സിനിമാ പ്രസിദ്ധീകരണങ്ങളും മാധ്യമങ്ങളുമൊക്കെയാണ് അഭിനയ തൊഴിലാളികൾക്ക് വലിയ താരപരിവേഷം ചാർത്തിക്കൊടുത്തത്. ഓരോ അഭിനയ തൊഴിലാളികളെയും വളർത്തിയെടുത്ത് വായനക്കാരെയും പ്രേക്ഷകരെയും മാധ്യമങ്ങൾ ബോധപൂർവം ഉണ്ടാക്കിയെടുത്തു. ഇവർക്ക് കാര്യമായ പണം നൽകാതെ അവാർഡ് നൈറ്റുകൾ സംഘടിപ്പിച്ചു, ചാനലുകൾ പണമുണ്ടാക്കി. ഒടുവിൽ മാധ്യമങ്ങളുടെ പിടിയും വിട്ട് ഇവർ അതിന് മുകളിലേക്ക് വളർന്നുപോയി. ഇന്ന് മാധ്യമങ്ങൾ അഭിനയ തൊഴിലാളികളുടെ പിന്നിലായി എന്ന് ചുരുക്കം. താരങ്ങൾ എന്ന് വിശേഷിപ്പിച്ചിട്ട് പിന്നെ ഇനി അവർക്ക് എന്തെങ്കിലും വേറെ വല്ലതും വിളിക്കാൻ പറ്റുമോ? അതാണ് മാധ്യമങ്ങളുടെ ഗതികേട്. നല്ലൊരു ഡയറക്ടറുടെയും സ്ക്രിപ്റ്റ് റൈറ്ററുടെയും പച്ചയിലാണ് ഇവർ തിളങ്ങുന്നത് എന്ന് പ്രേക്ഷകരായ മൊണ്ണകൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല. തിരുശിലയിൽ കാണുന്ന നടീനടന്മാരോട് പ്രേക്ഷകർക്കിടയിൽ അറിഞ്ഞോ അറിയാതെയോ ഒരു ആരാധന ഉണ്ടായി. വേഷം കെട്ടി നടക്കുന്ന കൂതാശത്തൊഴിലാളികളോട് തോന്നുന്ന പോലെ ഒരു ബഹുമാനവും ഇവരോട് ഉണ്ടായി. മൊണ്ണകളായ ജനങ്ങളുടെ ഈ ആരാധന, ആ വിധേയത്വം ഇവർ രണ്ടു കൂട്ടരും നന്നായി മുതലാക്കി. ഇന്ന് താരങ്ങൾ, താരരാജക്കന്മാർ, നടന്മാർ, നടികൾ, നായികന്മാർ എന്നൊക്കെ പറയുന്നവരുടെ ചരിത്രം ഒന്ന് പരിശോധിക്കുക. കാര്യമായ വിദ്യാഭ്യാസ മികവുണ്ടോ? മറ്റെന്തെങ്കിലും മഹിമകൾ ഇവർക്കുണ്ടോ? ഇല്ല. കാര്യമായ പണിയൊന്നും ഇല്ലാഞ്ഞവരും മണല് വാരാനും വാർക്കപ്പണിക്കും പോയിരുന്നവരും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളുമൊക്കെ നടന്നവരാണ് ബഹുഭൂരിപക്ഷം നടീനടന്മാർ. ഇന്ന് തികച്ച് 4 സിനിമകൾ അഭിനയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവർ സൂപ്പർ താരങ്ങളാണ്. പിന്നെ ഒരു ഷോട്ടിൽ അഭിനയിക്കുവാൻ വിളിച്ചാൽ പോലും വരുന്നത് കാരവാനുമായി ആണ്. അടുത്തു കഴിഞ്ഞാൽ ഇവർ ഭൂലോക ചെറ്റകളാണെന്ന് നമ്മൾ തിരിച്ചറിയും. അത്ര കൂറകളാണ് എല്ലാ കാര്യങ്ങളിലും. കഴിഞ്ഞ 10 പതിറ്റാണ്ടുകളായി മലയാള സിനിമയെ നിയന്ത്രിക്കുന്നത് ഒരു മാഫിയ സംഘം തന്നെയാണ്. അതിൽ മഹാവിടന്മാരും ഉൾപ്പെടും. കാല് നിലത്തു കുത്താതെ താരമായി പാറിപ്പറന്ന് നടന്നവന്മാർ ഭൂമിയിലേക്ക് ഇറങ്ങിയത് ഈ അടുത്ത കാലത്താണ്. ഒരു ചുക്കും ഒടുക്കം സംഭവിച്ചില്ലെങ്കിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടോടുകൂടിയാണ്. ഈ റിപ്പോർട്ട് കൊണ്ട് സിനിമാ മേഖലയിലെ മുഖ്യ ആഭാസന്മാർക്കും വിടന്മാർക്കും ഒന്നും കാര്യമായ പരിക്കൊന്നും പറ്റിയില്ലെങ്കിലും ഈ ഇൻഡസ്ട്രിയിലെ സകലമാന നാറ്റക്കഥകളും പുറംലോകമറിഞ്ഞു. പകൽ മാന്യനായി നടന്നിട്ട് രാത്രി കഥകിൽ മുട്ടാൻ പോകുന്നവന്മാരുടെയും സെക്ഷൽ പെർവേർട്ടുകളുടെയും തനിനിറം പൊതുജനം തിരിച്ചറിഞ്ഞു. പക്ഷേ മഹാവിടന്മാരുടെ കയ്യിലുള്ള പരിധിയില്ലാത്ത പണം കൊണ്ടും ഇവന്മാരുടെ രാഷ്ട്രീയ സ്വാധീനം കൊണ്ടും വലിയ അപകടമുണ്ടാകാതെ ഇവർ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ഒരു യുവനടിക്കെതിരെ ഉണ്ടായ ആക്രമണത്തെ തുടർന്ന് നിയോഗിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചു. കോടികൾ അതിനായി ഖജനാവിൽ നിന്നും മുടക്കി. പക്ഷേ എന്ത് നേട്ടമുണ്ടായി? അതിൻ്റെ പോസിറ്റീവ് ഔട്ട്കം എന്തായിരുന്നു? ഗുരുതര ലൈംഗിക ആരോപണങ്ങളെ തുടർന്ന് അഭിനയ തൊഴിലാളികളുടെ സംഘടനാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സിദ്ദിഖിന് രാജിവെക്കേണ്ടതായി വന്നു. തുടർന്ന് അന്നത്തെ ഭരണസമിതി കഴിഞ്ഞ ഓഗസ്റ്റ് 27-ന് കൂട്ടത്തോടെ രാജിവെക്കേണ്ടതായി വന്നു. യഥാർത്ഥ ഇരകൾ പേടിച്ച് മൗനം പാലിച്ചതുകൊണ്ടും അവസരം നഷ്ടപ്പെടും എന്ന് ഭയന്ന് പലരും മൗനം പാലിച്ചതുകൊണ്ടും പരാതിയുമായി വന്നവർ വെറും അബലകളായതുകൊണ്ടും അതിൽ ചിലർ വെറും ഉടായ്പകളായതുകൊണ്ടും മഹാവിടന്മാർ അടക്കം രക്ഷപ്പെട്ടു എന്ന് ചുരുക്കം. അവർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെയും തട്ടിക്കൂട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെയും നിർവീര്യമാക്കി. ആ കാറും കോളും ഒക്കെ ഒന്ന് അടങ്ങിക്കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതാ അടുത്ത ഭാരവാഹികളെ കണ്ടെത്തുവാനുള്ള തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ ദിവസം നടന്നത്. ഇന്ന് ഈ അഭിനയ തൊഴിലാളി സംഘടനയിലുള്ള പല നടന്മാരെയും നടിമാരെയും കണ്ടാൽ ആരെങ്കിലും തിരിച്ചറിയുമോ? ഞരമ്പന്മാരുടെ ചില കളിപ്പാപ്പകൾ വരെ അംഗത്വം എടുത്തു. ഇപ്പോൾ പല ഗ്രൂപ്പുകളായി നിന്ന് അടിയും തുടങ്ങി. ആൾക്കൂട്ടത്തിൽ ഒരുവനോ ഒരുവളോ ആയി പോലും അഭിനയിക്കുവാൻ അവസരമില്ലാത്തവർ പോലും താരമാണെന്നും പറഞ്ഞ് കിടന്ന് ചാടുന്നത് കാണുമ്പോൾ സത്യത്തിൽ ചിരി വരും. മുൻകാലങ്ങളിൽ മഹാവിടന്മാർക്കെതിരെ ഒരു പാനൽ ഉണ്ടാക്കുവാൻ
ആരും ധൈര്യം കാണിക്കുമായിരുന്നില്ല. കാരണം അവസരമില്ലാതാക്കി കളയുമായിരുന്നു. എന്നാൽ ഗ്രഹണ സമയത്ത് ഞാഞ്ഞൂലിനും സീൽക്കാരമുണ്ടാകും എന്ന് പറയുന്നത് പോലെ ഒരു കൊലക്കേസ് പ്രതിക്ക് അഡ്ഹോക് ഭരണസമിതിയുടെ ചുമതല കിട്ടിക്കഴിഞ്ഞപ്പോൾ അയാൾ അവസരം നന്നായി മുതലെടുത്തു. തൻ്റെ വെടിപ്പുര സൂക്ഷിപ്പുകാരുടെ സഹായത്തോടെ ഭരണം പിടിച്ചെടുക്കുവാൻ ഇയാൾ ശ്രമം ആരംഭിച്ചു. നമ്മൾ ഈ കണ്ട അംഗമെല്ലാം അതിനെ തുടർന്നുണ്ടായതാണ്. യഥാർത്ഥ നടീനടന്മാർക്കൊന്നും ഇതിൽ യാതൊരു താല്പര്യവും ഇല്ലെന്നുള്ളതിൻ്റെ സൂചനകളാണ് വോട്ടവകാശമുള്ള 507 അംഗങ്ങൾ ഉള്ളതിൽ വെറും 298 പേരാണ് ഇത്തവണ വോട്ട് ചെയ്തത്. കഴിഞ്ഞ തവണ 357 പേരായിരുന്നു വോട്ട് ചെയ്തത്. അന്ന് 70% പോളിംഗ്. എന്നാൽ ഇത്തവണ കടുത്ത മത്സരം നടന്നിട്ടും ആകെ വെറും 58% ഇത്തവണത്തെ പോളിംഗ് ശതമാനം. ഇത്രയും കാലം അഭിനയത്തൊഴിലാളി സംഘടനയുടെ നിയന്ത്രണം കൈയാളിയിരുന്ന മഹാവടന്മാർ ഇത്തവണ ഒരു തീരുമാനം അങ്ങെടുത്തു. മഹാവടന്മാർ മൊത്തത്തിൽ നാര് നനഞ്ഞു നിൽക്കുന്ന സ്ഥിതിക്ക്, എപ്പോൾ വേണമെങ്കിലും പുതിയ ആരോപണങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ള സ്ഥിതിക്ക് ഒന്ന് പുറകോട്ട് മാറി നിൽക്കുക, പകരം തങ്ങളുടെ കളിപ്പാവുകളെ മുന്നിൽ നിർത്തി കളിക്കുക എന്ന്. വനിതാ അംഗങ്ങളുടെ പരാതികൾ പൊതുസമൂഹത്തിലെത്തിയ കാലം മുതൽ അമ്മയ്ക്ക് ആൺമക്കളെയുള്ളോ പെൺമക്കളില്ലേ എന്ന് അടിക്കടി പൊതുസമൂഹത്തിൽ നിന്നും ചോദ്യമുയർന്ന പശ്ചാത്തലത്തിൽ മഹാവടന്മാർക്ക് തോന്നി, എന്നാൽ ഇത്തവണ ഒന്ന് കളം മാറ്റിപ്പിടിക്കാം എന്ന്. അങ്ങനെയാണ് നാം ഇപ്പോൾ കാണുന്ന കളിപ്പാവ പാനൽ ഉണ്ടായത്. കൊള്ളാവുന്ന നടികളാരും ഇപ്പോൾ സംഘടനയിൽ സജീവമായി പ്രവർത്തിക്കുന്നില്ല എന്നോർക്കണം. 2017 ഉണ്ടാക്കിയ WCC വുമൺ ഇൻ സിനിമ കളക്റ്റീവ് എന്ന സംഘടനയ്ക്കും അതിലെ പ്രവർത്തകർക്കും എന്ത് സംഭവിച്ചു? ഒരൊറ്റ പടങ്ങൾ ഇന്നവർക്കുണ്ടോ? എന്നാൽ മഹാവടന്മാരുടെ മുന്നിൽ ബഹുമാനത്തോടെ കുനിഞ്ഞു നിൽക്കുന്ന നടിമാർക്കെല്ലാം അവസരവും ഉണ്ടായി, പദവിയും ഉണ്ടായി. ഒടുവിൽ വാശിയേറിയ മത്സരത്തിനൊടുവിൽ മഹാവടന്മാരുടെ കളിപ്പാവകൾ വിജയിച്ചു. വിമത വിഭാഗത്തു നിന്നും ഒരേ ഒരാൾ ലക്ഷ്മിപ്രിയ മാത്രമാണ് വിജയിച്ചത്. ബാക്കിയെല്ലാം മഹാവടന്മാരുടെ പാനൽ വിജയിച്ചു. ഫലപ്രഖ്യാപനത്തിന് ശേഷം മാപ്രകൾ അടിച്ചുവിട്ടത് ഇപ്രകാരമായിരുന്നു: അമ്മയുടെ പെൺമക്കൾ ഇനി അമ്മയെ നയിക്കും. സംഘടനയുടെ 30 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് വനിതാ പ്രസിഡന്റിനെയും ജനറൽ സെക്രട്ടറിയെയും സംഘടനയ്ക്ക് ലഭിക്കുന്നത്. ഇത് മഹാഭാഗ്യമാണ്. ഇനി വമ്പൻ മാറ്റങ്ങൾ ഉണ്ടാകും. കോപ്പ ഈ പേര് പറഞ്ഞ് അടിക്കടി കൊച്ചിയിൽ ഇനി ഒത്തുകൂടലുകൾ നടക്കും. അമ്മ എന്ന് പറയുവാൻ എൻ്റെ മനസ്സനുവദിക്കുന്നില്ല. ജനങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. മുമ്പും ഈ അഭിനയത്തൊഴിലാളി സംഘടനയെ നിയന്ത്രിച്ചിരുന്നത് മോഹൻലാലും മമ്മൂട്ടിയും ഇവരുടെ വെറും പിടിച്ചുവെപ്പുകാരനായിരുന്ന ഇടവേള ബാബുവും സുരേഷ് ഗോപിയും കൊട്ടാരക്കര കോണേശനും ഒക്കെ ചേർന്നാണ്. നാളെയും ഇവർ തന്നെ ചേർന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കും. ബാക്കിയെല്ലാം വെറും കളിപ്പാവുകൾ മാത്രം. നടിമാരല്ലേ, അവർ പറഞ്ഞു കൊടുക്കുന്നതനുസരിച്ച് നന്നായി അങ്ങ് അഭിനയിക്കും. ഒത്താൽ ഓസ്കാർ വരെ ഒപ്പിക്കാം. പക്ഷേ നന്നായി കളിക്കണം, അല്ല അഭിനയിക്കണം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.